ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമൂഹത്തിന്റെ ദിക്കുകളിൽ നിന്നും തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഹിറാ ഗുഹയുടെ വന്യമായ വിജനതയിൽ അന്ധകാര നിബിഡമായ ഒരു സാഹചര്യത്തിൽ ആരാരുമില്ലാത്ത മക്കയിൽ നിന്ന് വിജനമായ മക്കയിൽ നിന്ന് അബൂ ഖുബൈസ് പർവ്വത നിരകളുടെ മറുഭാഗത്തുള്ള അന്ധകാര നിബിഡമായ ആരും കടന്നു ചെല്ലാത്ത ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത നിലവിളിച്ചാൽ ഒരാൾ പോലും സഹായത്തിന് വരാത്ത വിധം അകലെ കിടക്കുന്ന അന്ധകാര നിബിഡമായ ഗുഹയുടെ ഉള്ളിൽ പ്രവാചകൻ തന്നെ സമൂഹത്തിന്റെ അശ്ലീലതകളും അനാചാരങ്ങളും മനസ്സിലേൽപ്പിച്ച മുറിവുകളോടെ ധ്യാനനിമഗ്നനായിരിക്കുമ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആകാശ ലോകത്ത് നിന്ന് കടന്നു വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനെ ആശ്ലേഷിക്കുകയും ഗാഢാലിംഗനം ചെയ്യുകയും പ്രവാചകനോട് ഇഖ്റ വായിക്കുക എന്ന് ആവശ്യപ്പെട്ടപ്പോ ഇതേവരെ തനിക്ക് പരിചിതമല്ലാത്ത അപരിചിതമായ അസ്വസ്ഥജനകമായ ഒരു സാഹചര്യത്തിൽ ഒരാൾ വന്ന് താൻ ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാരൂപം വന്ന് തന്നെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയന്നുപോയി. വിഹ്വലതയോടെ, വിഭ്രാന്തിയോടെ, പരിഭ്രാന്തിയോടെ ആ ഗുഹയിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ വേവലാതയോടെ ഓടിയത് തന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു തആലയുടെ അടുക്കലേക്കാണ്. അവിടെ ചെന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ മനസ്സിന്റെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു, സമ്മിലൂനി യാ ഖദീജ, ഖദീജ എന്നെ പുതപ്പിട്ട് മൂട്, ഞാൻ വളരെ അസ്വസ്ഥനാണ്. നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു വാക്കിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ഇന്ന് മലകളും മാമലകളും ഭൂഖണ്ഡങ്ങളും കിടിഞ്ഞ് സമ്മിലൂനി എന്ന വാക്കുകൾ അതൊരു സിനിമയുടെ പ്രമേയമായിട്ട് പോലും അനുവാചക ഹൃദയങ്ങളിലൂടെ ഓളം തല്ലി തകർന്നു പോകുമ്പോ ആ ഖദീജ എന്ന് പറയുന്ന പ്രകൃതിപരമായി പരിശുദ്ധതയുടെ പ്രത്യയമായി മാറിയ തരുണിമണിയുടെ ജീവിതത്തിലേക്ക് ലോകം മുഴുവനും എത്തി നോക്കുന്ന ഒരു സമ്മോഹന മുഹൂർത്തത്തിൽ എന്നെ പുതപ്പിട്ട് മൂട് എന്ന് പറഞ്ഞ് തന്റെ പ്രാണപ്രയസിയുടെ സവിധത്തിലേക്ക് അണയുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ റളിയല്ലാഹു തആല തന്റെ വീട്ടിലേക്ക് പുതപ്പിട്ട് മൂടി. അല്ലാഹുവിന്റെ പ്രവാചകൻ പേടിച്ചരണ്ട് പനി പിടിച്ചിട്ട് വിഹ്വലതയോടെ പുതപ്പ് മൂടി കിടക്കുകയാണ്. ഞാനിത് പറയുന്നത് പുതപ്പിട്ട് മൂടുക എന്നത് ഒരു സിംബോളിക്കാണ് എന്ന് പറഞ്ഞാൽ അതൊരു ആശയമാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ നിരാശയും മനസ്സിലേക്ക് ബാധിച്ച് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു പറച്ച് അസ്വസ്ഥനായി തന്റെ ജീവിതം തന്നെ മടുത്തു പോകുന്ന, നാളെ എന്ത് ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥനാകുമ്പോഴാണ് ഒരാളയാളുടെ വീടിന്റെ മുമ്പിൽ പുതപ്പ് മൂടി അതിന്റെ ഉള്ളിൽ ആരോടും മിണ്ടാതെ പുറത്തിറങ്ങാതെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കാതെ ഒരാൾ പുതപ്പ് മൂടിക്കിടന്നാൽ അതൊരു പ്രതീകാത്മകമാണ്. അത് അയാളുടെ മനസ്സിന്റെ തളർച്ചയാണ് പ്രതിഫലിപ്പിക്കുക. ഖുർആൻ നമ്മോട് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു സന്ദേശമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സമയം പരിമിതമാണെന്നറിയാം, പക്ഷേ ഞാൻ ഈ പറയുന്ന വാക്ക് ആരുടെയെങ്കിലും ജീവിതത്തിന്റെ ഒരു ശൈലിയായി മാറിയാൽ, ഈ നിൽക്കുന്ന അനുവാചകരുടെ, യുവാക്കളുടെ, യുവതികളുടെ, പ്രേക്ഷകരുടെ ആരുടെയെങ്കിലും ജീവിതത്തിലെ ഒരു നടപടിയായി മാറിയാൽ, ഇന്നു മുതൽ ഖുർആൻ പറഞ്ഞ ഈ സ്വഭാവത്തിന്റെ ആശയം നമുക്കുണ്ടായാൽ ജീവിതത്തിന്റെ വിജയത്തിന്റെ പദങ്ങളിലോട്ട് കടന്നു പോകാൻ ഇതിനേക്കാൾ വലിയ ഒരു നന്മ വേറെ ഒന്നുമില്ല എന്ന് ഖുർആന്റെ ഒരു ആശയം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ സഹകരിക്കാതിരിക്കരുത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തല്ല. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതില്ല, പറഞ്ഞു തീർന്നു. പറഞ്ഞാ പിന്നെ തീർന്നു, മനസ്സിൽ വെക്കലില്ല. പറയാനുള്ള അങ്ങോട്ട് പറയാം, തീർന്നല്ലോ. ഇനിയിപ്പോ ബാക്കി നമ്മൾ വേറെ ലോകത്തേക്കാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്നോട് പരാതി ഉണ്ടായാലും പരിഭവം ഉണ്ടായാലും ഞാൻ എന്റെ കാര്യം പറഞ്ഞു. എന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, ഉള്ളത് നേരെ അങ്ങ് പറഞ്ഞു. മനസ്സിൽ വെക്കുമ്പോ നാളെ ഈ പഹയന്മാർ എന്നെ അങ്ങനെ കാണിച്ചാന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഉള്ളതങ്ങ് പറഞ്ഞു തീർത്ത് മനസ്സിൽ സ്നേഹം നിലനിർത്തുക എന്നുള്ളതാണ് ജീവിതത്തിലെ വലിയ മൂല്യമെന്ന് കരുതുന്ന ഒരു വിനീതനാണ് ഞാൻ. ആ തുറന്നു പുറത്തിൽ പലപ്പോഴും ഒരു അഹങ്കാരി എന്ന പേര്, ഒരു അപരനാമം എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അക്കാര്യത്തിൽ ഞാൻ കൃതാർത്ഥനാണ് എന്ന് ഓർമ്മിപ്പിക്കാം. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ വഴിമുട്ടി മുമ്പോട്ട് പോകാൻ കഴിയാതെ നിൽക്കുമ്പോ പുതപ്പ് പുതച്ചിട്ട് കിടക്കുകയാണ് ഖദീജ ബീവിയുടെ വീടിന്റെ ഉള്ളിൽ. നാം ഒക്കെ ചെയ്യുന്നത് പോലെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാതെ പ്രതിസന്ധികൾ നമ്മുടെ വഴികളിൽ തടസ്സമായി മാറുമ്പോ മാരകമായ രോഗങ്ങളും കടബാധ്യതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കച്ചവട തകർച്ചകളും മനസ്സിന്റെ പ്രയാസങ്ങളും ഒക്കെ നാളെ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ നിരാശയുടെ ഇരുൾപടങ്ങളിലേക്ക് നമ്മുടെ മനസ്സുകൾ ഊളിയിട്ട് പോകുമ്പോ നാളെ ഞാൻ അവസാനിപ്പിക്കും, ജീവിതം ഇനി അവസാനിപ്പിക്കലല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് മനസ്സ് മന്ത്രിക്കുമ്പോ എന്റെ മക്കളും എന്റെ ഭാര്യയും എനിക്ക് പകർന്നു തന്ന എന്റെ ദുഃഖം, എന്റെ ഭർത്താവും എന്റെ കുടുംബവും എന്നെ ഒറ്റപ്പെടുത്തിയ എന്റെ ദുഃഖം, എന്റെ കടങ്ങളും എന്റെ പ്രയാസങ്ങളും എന്റെ സങ്കടങ്ങളും എന്റെ കണ്ണീരുകളും എന്റെ ആധികളും എന്റെ വ്യാധികളും എന്റെ വിഷമങ്ങളും എന്റെ ദുർഘടമായ കച്ചവടങ്ങളുമെല്ലാം ജീവിതത്തെ വല്ലാതെ അസ്വസ്ഥമാകുമ്പോ ആരുടെയെങ്കിലും മനസ്സിലേക്ക് നിരാശ പടന്നു കയറി അവസാനം വീടിന്റെ ഉള്ളിൽ മൂടി പുതച്ച് കിടക്കുന്നുണ്ട് എങ്കിൽ ഇനി എനിക്ക് മുന്നോട്ട് നടക്കാൻ കഴിയില്ല, എന്റെ വിജയത്തിന്റെ വഴി അടഞ്ഞുപോയി എന്ന് ആരുടെയെങ്കിലും മനസ്സിൽ ഒരു നിരാശ പടന്നു പോയിട്ടുണ്ടോ എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു ചികിത്സയുടെ ഭാഗം നിങ്ങളിലേക്ക് സമർപ്പിച്ചു തരട്ടെ. മൂടി പുതച്ച് കിടക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു കൊടുത്ത മനസ്സുകളെ നിരാശയിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന മനസ്സുകളെ ജീവിതത്തിന്റെ പ്രതീക്ഷയുടെ നാമ്പുകളെ പറഞ്ഞു കൊടുക്കുന്ന എന്നും പ്രതീക്ഷയുടെ പുലരി ഒരു വിശ്വാസിക്ക് സമ്മാനിച്ചു കൊടുക്കുന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പതപ്പ് മൂടി കിടക്കുന്ന നിരാശയുടെ പ്രതീകമായി വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂലിനോട് ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനായിട്ട് പറഞ്ഞു കൊടുത്ത പ്രതിവിധി ഏതെന്നറിയുമോ? ആ പ്രതിവിധി മറ്റൊന്നുമായിരുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിസന്ധിയുടെ പരിഹാരം അവതരിപ്പിക്കപ്പെടുകയാ. യാ അയ്യുഹൽ മുസമ്മിലു, ഓ പുതപ്പ് മൂടിക്കിടക്കുന്ന പ്രവാചകരെ. അല്ലാഹുവിന്റെ പ്രവാചകനോടാണ് അഭിസംബോധനയെങ്കിലും ലോകാവസാനം വരെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നമ്മളെ ബാധിക്കുമ്പോ പുതപ്പ് മൂടിയിട്ട് നിരാശയുടെ കരിമ്പടം ശരീരത്തിലേക്ക് വാരി പുതച്ച് കിടക്കുന്ന എല്ലാം തകർന്നു പോയി, എല്ലാം അവസാനിച്ചെന്ന് മനസ്സ് നിരാശയിലോട്ട് പടർന്നു പോകുന്ന ആരെങ്കിലും ഈ വിനീതന്റെ പ്രഭാഷണം കേൾക്കുന്നുവെങ്കിൽ അവരോടെല്ലാം അല്ലാഹു പറഞ്ഞ് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള മാർഗമാണിത്. ഓ നബിയെ, മൂടിപ്പിടച്ച് കിടക്കല്ലേ നബിയെ, നിരാശയിലൂടെ അങ്ങയുടെ ജീവിതം കടന്നു പോകല്ലേ യാ റസൂലല്ലാഹ്. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ, ഏത് പ്രയാസങ്ങളെയും മറികടക്കാൻ അങ്ങേക്ക് ഞാനൊരു ദിവ്യ ഔഷധം പറഞ്ഞു തരട്ടെയോ? ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. ഓ നബിയെ, എഴുന്നേൽക്ക് നബിയെ. ഖുമിൽ ലൈല, ഓ നബിയെ, പാതിരാ സമയത്ത് എഴുന്നേൽക്ക് നബിയെ, പകല് സമയത്തല്ല. ഓ തിരുദൂതരെ, പാതിരാവിന്റെ നിശബ്ദതയിൽ അന്ധകാര നിബിഡമായ എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം പുതച്ചിട്ട് കിടന്നുറങ്ങുന്ന പാതിരാത്രിയിൽ അങ്ങ് എഴുന്നേൽക്ക് യാ റസൂലല്ലാഹ്. എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കുന്ന തിരുദൂതരെ, അല്ലാഹുവിന്റെ ഖുർആന്റെ കൽപ്പനയാ. മനസ്സിന് ആരോഗ്യം കിട്ടാൻ, ശരീരത്തിന് പ്രതിരോധ ശേഷി കിട്ടാൻ, എല്ലാ പ്രയാസങ്ങളും മറികടന്ന് കുതിരശക്തിയോടെ മുന്നോട്ട് പോവാൻ യാ റസൂലല്ലാഹ്. ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. രാത്രിയിൽ എഴുന്നേൽക്കു നബിയെ, എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കു നബിയെ. എന്റെ പ്രിയപ്പെട്ട സമൂഹത്തോട്, എന്റെ സമുദായത്തോട്, നിരാശ ബാധിച്ചവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പരമമായ ദിവ്യ ഔഷധമാണിത്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത് രാത്രിയിൽ എത്ര നിസ്കരിക്കണമെന്നറിയോ? ഇല്ലാ ഖലീലാ. ഒരല്പസമയം ഒടിച്ചിട്ട് ബാക്കി മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ സങ്കടം പറയും നബിയെ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തഹജ്ജുദ് നമസ്കാരം ഫർളാണ്. പക്ഷേ ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തികളായ നമുക്ക് ഫർളല്ല, അത് നിർബന്ധമായ ബാധ്യതയായിട്ടല്ല. ആ തഹജ്ജുദ് നമസ്കാരം നമുക്ക് സുന്നത്തായിട്ടാണ് അല്ലാഹു ബാധ്യതയാക്കിയത്. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. ഓ നബിയെ, എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് സമയം പരിമിതമാണെന്നറിയാമല്ലോ. എല്ലാ പ്രതിസന്ധികളും മറികടക്കാൻ അല്ലാഹു പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്നാമത്തേതാണ് രാത്രിയിലെ തഹജ്ജുദ് നമസ്കാരം. രണ്ടാമത്തേത് ഇൻഷാ അല്ലാഹ് ഞാൻ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ പറയാൻ ശ്രമിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പാതിരാവിന്റെ നിശബ്ദതയിൽ എഴുന്നേക്ക് സഹോദരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, രാത്രി അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. പാതിരാ സമയത്ത് പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെക്കുക. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് വുളു എടുത്തിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ, എന്റെ ജീവിതം പ്രതിസന്ധികളിലാണല്ലോ, എങ്ങോട്ട് ജീവിക്കണമെന്ന് എനിക്കറിയില്ല റബ്ബേ. എന്റെ കുടുംബം എനിക്ക് എതിരാകുന്നു, എന്റെ ഭാര്യ എന്നെ വഞ്ചിക്കുന്നു, എന്റെ ഭർത്താവ് എന്നെ ചതിക്കുന്നു, എന്റെ മക്കൾ എനിക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നു അല്ലാ. കടബാധ്യതകൾ എന്റെ തലയിൽ വരിഞ്ഞു മുറുക്കുന്നു അല്ലാ. മാരകമായ രോഗങ്ങൾ എന്നെ ജീവിതത്തെ മുന്നോട്ട് പോകാതെ പുറകോട്ട് പിടിച്ചു വലിക്കുന്നു റബ്ബേ. എവിടേക്ക് തിരിഞ്ഞാലും എതിരാളികളാണല്ലോ, എവിടേക്ക് പോയാലും പരാജയമാണ് റബ്ബേ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു അല്ലാ എന്ന് അല്ലാഹുവിനോട് ആവലാതി പറയാ. ചെയ്യേണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ മുമ്പിൽ 2 റക്അത്ത് നമസ്കരിക്കണം. ആ നമസ്കാരം അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചതുപോലെ ആവാൻ നമുക്ക് കഴിയില്ലെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഹജ്ജുദ് നമസ്കാരം എങ്ങനെയാ? ഒരൊറ്റ റക്അത്തിൽ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ബഖറയും സൂറത്തുൽ ആല ഇംറാനും സൂറത്തുൽ നിസാഉം അടങ്ങുന്ന ഏതാണ്ട് 4 ജുസോളം ഖുർആൻ ഒരൊറ്റ റക്അത്തിൽ പാരായണം ചെയ്തിട്ടുണ്ട് മുസ്തഫ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങൾ തഹജ്ജുദിന്റെ ഒരൊറ്റ റക്അത്തിൽ സൂറത്തുൽ ബഖറ, സൂറത്തു ആല ഇംറാൻ, സൂറത്തുൽ നിസാ 3 സൂറത്തുകൾ ഒരൊറ്റ റക്അത്തിൽ നിസ്കരിച്ചിട്ടുണ്ടെന്നാ പറയാ. അതൊന്നും നമുക്ക് അതിശയോക്തി നൽകേണ്ട സഹോദരങ്ങളെ. ഖുർആൻ എന്ന വശ്യമധുരമായ ബ്രഹ്മസംഗീതത്തിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഹൃദയം ഒന്ന് ലയിച്ചു പോയാൽ ആ ഖുർആന്റെ അർത്ഥത്തിന്റെ ആഴങ്ങളിലേക്ക് ജയിച്ചിട്ട് നമ്മുടെ നാവുകൾ പാരായണം ചെയ്താൽ അതിനേക്കാൾ മുഴങ്ങുന്നൊരു സംഗീതമില്ല, അതിനേക്കാൾ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്നൊരു താളാത്മകതയില്ല. അല്ലാഹുവിന്റെ ഖുർആന്റെ അർത്ഥങ്ങൾ അറിയാമെങ്കിൽ നരകത്തെ കുറിച്ച് പറയുമ്പോൾ നരകം ഹൃദയത്തിലേക്ക് ഓടി വരിക, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ സ്വർഗത്തിന്റെ കാഴ്ചകളിൽ മനസ്സിലേക്കുക, അല്ലാഹുവിനെ കുറിച്ചുള്ള ആയത്ത് വരുമ്പോ പടച്ചറപ്പിന്റെ നൂറിനെ കുറിച്ച് ചിന്തിക്കുക, ഈ ഭൂമിയെ കുറിച്ചുള്ള ആയത്ത് വരുമ്പോ ഈ ഭൂമിയുടെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുമ്പോ അർത്ഥമറിഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ മനസ്സങ്ങനെ പിടിച്ചു കെട്ടുമ്പോ രാത്രിയിൽ 3 സൂറത്തല്ല 30 സൂറത്ത് ഓതിയാലും നമ്മുടെ മനസ്സിന് തളർച്ച വരില്ല, നമ്മുടെ കാൽമുട്ടുകൾക്ക് വേദന വരില്ല. കാരണം ഹൃദയത്തിലും നാവിലും ഒരേപോലെ ഖുർആനീക ദർശനം വിടത്തിക്കാട്ടിയ മായൂര പിഞ്ചത്തിന്റെ മഹാവിസ്മയത്തിന്റെ പ്രവാഹത്തിലൂടെ നടന്നു പോകുമ്പോ ആ സംഗീതത്തിലേക്ക് നമ്മുടെ ഹൃദയം ലയിക്കുമ്പോ പാതിരാത്രിയിൽ എത്ര ഓതിയാലും മനസ്സ് മടുക്കാതെ ഓതാൻ കഴിയുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആയുസ് പലതും കഴിഞ്ഞില്ല മോനെ. സൂറത്തുൽ ഫാത്തിഹ പോലും അതിന് അർത്ഥമറിഞ്ഞിട്ടും മനസ്സിലിരുത്തി ഓതാൻ ഇതുവരെ പഠിക്കാത്ത എത്ര പേരുണ്ട്. രാത്രി സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ പടച്ചറപ്പിന്റെ മുമ്പിൽ ആകാശ ലോകത്തിൽ നിന്ന് അവതരിക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്ത് അല്ലാഹുവിന്റെ മുമ്പിൽ സലാം വീട്ടിയിട്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുക. എങ്ങനെയാ ദുആ ചെയ്യേണ്ടതെന്നറിയോ? അല്ലാഹുവേ അല്ലാഹുവേ, എന്റെ പ്രയാസങ്ങളല്ല ഞാൻ ആദ്യം പറയേണ്ടതല്ല,
അല്ലാഹുവേ പടച്ചറപ്പിനോട് ദുആ ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാഹുവിനോട് പറയേണ്ടത് അല്ലാഹുവേ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പെങ്ങളെ കടമാണ് അല്ലാഹ് മാറ്റിത്തരണമെന്നല്ല, രോഗമാണ് ശിഫയാക്കണമെന്നല്ല, കടമാണ് വീട്ടിൽ തരണമെന്നല്ല. പടച്ചറപ്പിന്റെ സന്നിധാനത്തിന്റെ മുമ്പിൽ ഒരു യാചകനെ പോലെ പോയി നിന്ന് നിൽക്കണം. എന്നിട്ട് അല്ലാഹുവിനോട് പറയണം അല്ലാഹുവേ ആവശ്യം എന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട. മഹാനായ തടവ ഉസ്താദ് തന്റെ കാവ്യ പണ്ഡിതങ്ങൾ കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ മലയാള ഭാഷയുടെ ഈരടിയോട് അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്ന മഹാനായ തടവ ഉസ്താദിന്റെ ഈരടി ഇങ്ങനെയാ: ആവശ്യം എന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട. അല്ലാഹുവിന്റെ വാതിലിന്റെ മുമ്പിൽ പോയി നിൽക്കണം. എല്ലാവരും പറയാറുണ്ട് മുട്ടുവിന് തുറക്കപ്പെടുമെന്ന് പറയാറുണ്ട്. ആ ധാരണ മാറ്റണേ മുഅ്മിനേ. മഹാനായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ ഒരു വാതിലിന്റെ സദസ്സിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ വായിൽ പ്രസംഗിക്കുകയാ: അല്ലാഹുവിന്റെ വാതിലിൽ പോയി മുട്ട് തുറക്കപ്പെടും, വാതിലിൽ മുട്ട് തുറക്കപ്പെടും. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല ചോദിച്ചു അത്രേ, ഇയാൾ ഈ ഉമ്മത്തിനോട് എന്ത് വരലാണ് പറയുന്നത്? അല്ലാഹുവിന്റെ വാതിലിൽ മുട്ടിയാൽ തുറക്കപ്പെടുമെന്നോ? എപ്പോഴാണ് പടച്ചറപ്പിന്റെ വാതിലടക്കപ്പെട്ടത്? അടച്ചാലല്ലേ തുറക്കേണ്ട കാര്യമുള്ളൂ. അല്ലാഹുവിന്റെ വാതിൽ അടച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ മുട്ടുവിന് തുറക്കപ്പെടുമെന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ്. അല്ലാഹുവിന്റെ വാതിൽ അടക്കപ്പെട്ടിട്ടില്ല. ഏത് സമയത്തും പടച്ചറപ്പിന്റെ വാതിൽ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാവണ്ട. ഏത് രാജാതിരാജന്റെ വാതിലടച്ചാലും രാജാതിരാജാതിരാജനായ റബ്ബിന്റെ, ഖാലിഖായ റബ്ബിന്റെ, മാലിക്കായ റബ്ബിന്റെ, മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവിന്റെ വാതിൽ അടക്കപ്പെട്ടിട്ടില്ല. അടക്കപ്പെടാതെ വാതിൽ തുറന്നു കിടക്കുമ്പോ പടച്ചറപ്പിന്റെ പടിവാതിൽ പോയിട്ട് കേണ് പറയണം: അല്ലാഹുവേ അല്ലാഹുവേ. എല്ലാവരും ഉറക്കത്തിലാണല്ലോ. ഇങ്ങനെയാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവേ എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാ. ഞാനിപ്പോ നിന്റെ മുമ്പിൽ വെച്ച് എന്റെ കണ്ണീരൊലിക്കുന്നത് എന്റെ ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല റബ്ബേ. ഭാര്യ പറയണം: അല്ലാഹുവേ തൊട്ടടുത്ത കട്ടിൽ എന്റെ ഭർത്താവ് കിടക്കുന്നുണ്ട്, ആ ഭർത്താവ് പോലും എന്റെ കണ്ണുനീരൊലിക്കുന്നത് കാണുന്നില്ല റബ്ബേ. അല്ലാഹുവേ നിന്റെ മുമ്പിലല്ലാതെ ഞാൻ കരയില്ല അല്ലാഹ്. നിന്റെ മുമ്പിലല്ലാതെ എന്റെ കണ്ണുനീര് തുള്ളി ഞാൻ കാണിക്കില്ല റബ്ബേ. നിന്റെ മുമ്പിലല്ലാതെ ഞാൻ തലകുനിക്കില്ല അല്ലാഹ്. നിന്റെ മുമ്പിലല്ലാതെ ഞാൻ കൈവീട്ടില്ല അല്ലാഹ്. കാരണം നിന്റെ യജമാനൻ നീയാണല്ലോ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവിനോട് ആദ്യം തന്നെ ആവശ്യമല്ല പറയേണ്ടത്, ഇതൊന്ന് പ്രായോഗികമായി ചെയ്തു നോക്ക്. അല്ലാഹുവേ ചോദിക്കാതെ അനുഗ്രഹങ്ങൾ എനിക്ക് വാരിക്കോരി തന്ന അല്ലാഹ്. പടച്ചവനെ, ഇതുവരെ നീ തന്നതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ റബ്ബേ. ഉമ്മാന്റെ ഗർഭാശയത്തിലെ കിടക്കുമ്പോ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഉമ്മാന്റെ പൊക്കിൽ കൊടിയിലൂടെ ആ ഇരുട്ടറയിൽ എനിക്ക് ഭക്ഷണം തന്ന അല്ലാഹ്. യഖ്ലുഖുകും ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസ്. ഗർഭാശയത്തിന്റെ ഇരുട്ടറയിൽ എനിക്ക് കൈകൾ രൂപീകരിച്ചു തന്ന, എനിക്ക് കൈകൾ രൂപീകരിച്ചു തന്ന, എനിക്ക് കാലുകൾ തന്ന, ഈ കാണുന്ന രൂപത്തോടെ ഭാവത്തോടെ സൗന്ദര്യത്തോടെ എന്നെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഒരു അംഗവൈകല്യമില്ലാതെ, ഒരു രൂപവൈകല്യമില്ലാതെ എനിക്ക് പ്രസവിപ്പിച്ചു തന്ന അല്ലാഹ്. പടച്ചവനെ, പ്രസവിച്ചിട്ട് വെളിയിലോട്ട് വന്നപ്പോ എനിക്ക് സുന്ദരമായ രണ്ട് കൈകൾ തന്ന അല്ലാഹ്, എനിക്ക് സുന്ദരമായ രണ്ട് കണ്ണുകൾ തന്ന അല്ലാഹ്. അലം നജഅൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ. എനിക്ക് ഈ സുന്ദരമായ ചുണ്ടുകളെ തന്ന അല്ലാഹ്, എനിക്ക് ഈ കേൾക്കാനുള്ള കഴിവ് തന്ന അല്ലാഹ്. വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ
വജഅല ലക്കുമുസ് സമഅ എനിക്ക് കേൾക്കാൻ ചെവി തന്ന അല്ലാഹ് വൽ ബസറ കാണാൻ എനിക്ക് കണ്ണ് തന്ന അല്ലാഹ് വൽ അഫിദ തുടികൊട്ടുന്ന ഒരു ഹൃദയം എനിക്ക് തന്ന അല്ലാഹ് ഒരു മിനിറ്റിൽ 70 പ്രാവശ്യം എന്റെ ഹൃദയം തുടികൊട്ടുന്നുണ്ട് ആ തുടികൊട്ടുന്ന ഹൃദയത്തിന്റെ കണക്ക് വെച്ച് ഒരു ദിവസം 1 ലക്ഷം പ്രാവശ്യം എന്റെ ഹൃദയം സ്പന്ദിക്കുന്നുണ്ട്